ലേറ്റസ്റ്റായി വന്നിട്ടുള്ള അർജുൻ്റെ ഇൻ്റർവ്യൂ ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുന്ന അതേ ലാഘവത്തോടെ കാണാവുന്നൊരു ഇൻ്റർവ്യൂ തന്നെയാണത്. അർജുൻ്റെ ലൈഫ് സ്റ്റോറി കംപ്ലീറ്റ് പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിൽ. ക്വസ്റ്റ്യൻസ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അർജുനെ എന്തുകൊണ്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നു, ഇത്രമാത്രം ഫോളോവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നൊക്കെ അറിയണമെങ്കിൽ ആ വീഡിയോയുടെ താഴെയുള്ള കമൻസ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഹേറ്റേഴ്സ് പറയാറുണ്ട് അർജുൻ്റെ ലുക്ക് കണ്ടിട്ടാണ്, ക്യൂട്ട്നെസ് വാരി ഇതറിയിട്ടാണ് അർജുൻ ഇത്രയും ഫാൻസ് എന്നൊക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല പ്രധാന കാരണം. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തന്നെയാണെന്ന് ആ കമൻറ്റ് ബോക്സ് ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. ബിബിയുടെ ലാസ്റ്റ് 2 വീക്കൊക്കെ എന്തുമാത്രം ഹേറ്റഡ് ആയിരുന്നു അദ്ദേഹത്തിനെതിരെ സ്പ്രെഡ് ചെയ്തിരുന്നത്. വീഡിയോയായിട്ടും കമൻസ് ആയിട്ടും സോഷ്യൽ മീഡിയ അങ്ങ് നിറയായിരുന്നു. അർജുൻ അത് ചെയ്തു, അർജുൻ ഇത് ചെയ്തു, അർജുൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കാണുന്നത് പോലെയല്ല. ബിബിയിലാണെങ്കിൽ വളരെ സൈലൻ്റാണ്, സോഫ്റ്റാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി വീഡിയോസ് ഉണ്ടായിരുന്നു. ആ വീഡിയോസൊന്നും ഇപ്പോൾ കാണാൻ തന്നെ ഇല്ല. അതൊക്കെ എവിടെ പോയി ഒളിച്ചു എന്ന് നമുക്കറിയാൻ തന്നെ കഴിയുന്നില്ല. സീസൺ 6ൻ്റെ അവസാന നാളുകളിൽ ആ മനുഷ്യനെ ചിലരൊക്കെ ചേർന്ന് വല്ലാതെ അങ്ങ് ദ്രോഹിച്ചു. ഹേറ്റേഴ്സ് ആഗ്രഹിച്ചതുപോലെ തന്നെ ടൈറ്റിൽ വിന്നർ അർജുൻ ആയില്ലെങ്കിലും ഇപ്പോൾ അർജുന് കിട്ടുന്ന ഈ സ്വീകാര്യതയും അവസരങ്ങളുമൊക്കെ കാണുമ്പോൾ അർജുൻ തന്നെയാണ് യഥാർത്ഥ വിന്നർ എന്ന് നമുക്ക് പറയാം. എയർപോർട്ടിലും ഫാൻസ് മീറ്റിലുമെല്ലാം വൻ ജനക്കൂട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അർജുൻ്റെ ഡിറ്റർമിനേഷനും പേഷ്യൻസും എടുത്തു പറയേണ്ടത് തന്നെയാണ്. സീസൺ 2 മുതൽ ബിഗ് ബോസ് എൻട്രിക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിരുന്ന അർജുൻ ഓരോ തവണ താൻ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോഴും ഒരിക്കലും ഗിവപ്പ് ചെയ്യാതെ അടുത്ത വർഷം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. അർജുൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വാടാ നിന്നെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് ആരും വരില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ പ്രയത്നിക്കണം എന്ന് അർജുൻ പറഞ്ഞു വെക്കുന്നു. തന്നെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞവരോട് യാതൊരുവിധ ദേഷ്യവുമില്ലെന്നും ആ ഒരു മൊമെൻറ്റിൽ അവർക്ക് തന്നെക്കുറിച്ച് തോന്നിയ കാര്യങ്ങളായിരിക്കാം അവർ പറഞ്ഞതെന്നും അതിനെ പൂർണ്ണമായും റെസ്പെക്റ്റ് ചെയ്യുന്നെന്നും അർജുൻ പറയുന്നു. ബിഗ് ബോസിൽ തൻ്റെ കൂടെയുണ്ടായിരുന്ന 24 മത്സരാർത്ഥികളും തനിക്ക് പ്രിയപ്പെട്ടവരാണെന്നും അവരിൽ ആരെങ്കിലും ചിലപ്പോൾ തന്നെക്കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും താൻ കാര്യമായിട്ട് എടുക്കുന്നില്ലെന്നും അർജുൻ പറഞ്ഞു വയ്ക്കുന്നു. തൻ്റെ അതേ സ്വഭാവവും രീതികളുമുള്ള ഒരു പേഴ്സണാണ് ശ്രീതുവെന്നും അതുകൊണ്ട് തന്നെ ശ്രീതുവുമായി ഇവഞ്ച്വലി ഒരു അടുപ്പം വന്നുവെന്നും അർജുൻ പറയുന്നു. ശ്രീതുവുമായുള്ള ബന്ധം ഒരിക്കലും പെട്ടെന്നുണ്ടായതല്ലെന്നും അത് വളരെ സാവധാനത്തിൽ നടന്നൊരു പ്രോസസ്സാണെന്നും അതൊരിക്കലും ഷോയിൽ നിൽക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ലെന്നും അർജുൻ പറഞ്ഞു വയ്ക്കുന്നു. മാത്രമല്ല ആ ബന്ധം ലൈഫ് ലോങ് കൂടെ ഉണ്ടാവുമെന്നും അർജുൻ കൂട്ടിച്ചേർക്കുന്നു. താൻ വളരെയധികം സ്പിരിച്വലായ വ്യക്തിയാണെന്നും മാനിഫെസ്റ്റ് ചെയ്ത് ഡ്രീം അച്ചീവ് ചെയ്യാറുണ്ടെന്നും അർജുൻ പറഞ്ഞു വയ്ക്കുന്നു. അർജുനെക്കുറിച്ച് പേഴ്സണലി കൂടുതൽ അറിയാൻ സഹായിക്കുന്ന ഒരു ഇൻ്റർവ്യൂ തന്നെയാണിത്. തൻ്റെ അച്ചീവ്മെൻറ്റിനെ കുറിച്ചും പാരൻസിനെ കുറിച്ചും ചേച്ചിയെക്കുറിച്ചുമൊക്കെ അർജുൻ മനസ്സ് തുറക്കുന്നുണ്ട് ഈ ഇൻ്റർവ്യൂവിൽ. ചേച്ചി വളരെ സ്ട്രിക്റ്റ് ആണെന്നും അവളാണ് ശരിക്കും തൻ്റെ അമ്മയെന്നും അമ്മ യഥാർത്ഥത്തിൽ ഒരു ചേച്ചിയെ പോലെയാണെന്നും അർജുൻ പറയുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും തൻ്റെ ഇമോഷൻസ് ആരോടും തുറന്നു പറയാറില്ലെന്നും കുറച്ച് റിസർവ്ഡ് ആണ് താനെന്നും അർജുൻ പറയുന്നു. മാത്രമല്ല ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അമ്മയോട് പറഞ്ഞാൽ മാത്രമേ ചെയ്യാറുള്ളൂ, അല്ലാത്ത പക്ഷം തനിക്ക് പണി കിട്ടാറുണ്ടെന്നും അർജുൻ പറയുന്നുണ്ട്. കോളേജ് ടൈമിൽ തനിക്ക് വന്ന ഹിരാമയ എന്ന അപൂർവമായ അസുഖത്തെക്കുറിച്ചും താൻ നേരിട്ട അവഗണനകളെക്കുറിച്ചും പൊണ്ണത്തടിയുടെ പേരിൽ താൻ അപമാനിക്കപ്പെട്ടതിനെക്കുറിച്ചുമെല്ലാം അർജുൻ ഈ ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കുന്നു. കോളേജ് ടൈമിൽ തനിക്ക് വന്ന ഹിരാമയ എന്ന അപൂർവമായ അസുഖത്തെക്കുറിച്ചും താൻ കടന്നു വന്ന വഴികളിൽ നേരിട്ട അവഗണനകളെക്കുറിച്ചും പൊണ്ണത്തടിയുടെ പേരിൽ അപമാനിക്കപ്പെട്ടതിനെക്കുറിച്ചുമെല്ലാം അർജുൻ ഈ ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കുന്നു. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ പയ്യനെ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നുണ്ട് ഈ ഇൻ്റർവ്യൂവിൽ. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരു ലൈഫ് സ്റ്റോറി തന്നെയാണ് അർജുൻ്റേത്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരേക്കും ഓക്കെ ബൈ, താങ്ക് യു.